നമസ്കാരം. അരുണാചൽ പ്രദേശിനെ ചൊല്ലി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര തർക്കം വീണ്ടും സജീവമാകുന്നതിനിടെ അതീവ നിർണായകമായ ഉച്ചകോടിക്ക് ബീജിംഗ് വേദിയാവുകയാണ്. അതിർത്തി തർക്ക പരിഹാരത്തിനായുള്ള സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ്സ് ചർച്ചകളിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തിങ്കളാഴ്ച ചൈനയിലെത്തും. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ഡോവൽ കൂടിക്കാഴ്ച നടത്തും. അതിർത്തിയിലെ സംഘർഷാവസ്ഥ അയവില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചയെ വളരെ പ്രാധാന്യത്തോടെ ഉറ്റുനോക്കുകയാണ് നയതന്ത്ര ലോകം. അരുണാചൽ പ്രദേശ് എന്നും തങ്ങളുടെ പ്രദേശമാണെന്ന വാദം ഉന്നയിക്കാൻ ചൈന നിരന്തരം ശ്രമിക്കാറുണ്ട്. പ്രദേശങ്ങളുടെ പേരുകൾ മാറ്റിയും ഭൂപടങ്ങൾ തിരുത്തിയും ചൈന നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്കെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധമാണ് എന്നും ഉയർത്തുന്നത്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ബാഹ്യ ശക്തികളുടെ കടന്നുകയറ്റം അനുവദിച്ച് തരില്ലെന്നും ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അടുത്തായി ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനപരമായ പ്രസ്താവനകളും അതിർത്തിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളാക്കിയത്. ഈ പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ച. അതിർത്തി തർക്കങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും പ്രത്യേക പ്രതിനിധികളായാണ് അജിത് ഡോവലും വാങ് യിയും ചർച്ച നടത്തുന്നത്. മുൻപും സമാനമായ പല ഘട്ടങ്ങളിലും കൃത്യമായ ഇടപെടലുകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ട്. യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ സൈനിക പിന്മാറ്റം, അതിർത്തി പ്രദേശങ്ങളിലെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കൽ, തർക്കപ്രദേശങ്ങളിലെ പ്രകോപനങ്ങൾ ഒഴിവാക്കൽ എന്നിവയായിരിക്കും തിങ്കളാഴ്ച നടക്കുന്ന ചർച്ചയിലെ പ്രധാന അജണ്ട എന്നാണ് സൂചന. ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഏകപക്ഷീയമായ നീക്കങ്ങൾ അംഗീകരിക്കില്ലെന്ന കടുത്ത നിലപാട് അജിത് ഡോവൽ ചർച്ചയിൽ സ്വീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ലഡാക്കിലും അരുണാചലിലും ചൈന നടത്തുന്ന ഇടപെടലുകളെ പ്രതിരോധ തന്ത്രങ്ങളിലൂടെയും നയതന്ത്ര ചർച്ചകളിലൂടെയും ഒരേ സമയം നേരിടാനാണ് ഇന്ത്യയുടെ തീരുമാനം. ഒരു വശത്ത് അതിർത്തിയിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ നയതന്ത്ര തലത്തിൽ ചർച്ചകൾക്ക് വാതിൽ തുറന്നിടാൻ ഇന്ത്യ തയ്യാറാകുന്നു എന്നതിന്റെ തെളിവാണ് അജിത് ഡോവലിന്റെ ബീജിംഗ് സന്ദർശനം. ചൈനീസ് മണ്ണിൽ വെച്ച് തന്നെ നടക്കുന്ന ചർച്ചയായതിനാൽ ഇന്ത്യയുടെ പരമാധികാരവും അതിർത്തി സുരക്ഷയും മുൻനിർത്തിയാവും ഡോവലിന്റെ നീക്കങ്ങൾ. പരസ്പര ബഹുമാനവും അതിർത്തിയിലെ സമാധാനവും ഇല്ലാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാകില്ലെന്ന് ഇന്ത്യ ചൈനയെ വീണ്ടും ഓർമ്മിപ്പിക്കും. അരുണാചൽ പ്രദേശിനെ ചൊല്ലിയുള്ള വാക്പോര് മുറുകുന്നതിനിടെ നടക്കുന്ന ഈ സന്ദർശനം ഇന്ത്യ ചൈന ബന്ധത്തിൽ പുതിയൊരു വഴിത്തിരിവാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ചൈനയുടെ നിലപാടുകളിൽ മാറ്റമുണ്ടാകുമോ അതോ തർക്കങ്ങൾ കൂടുതൽ സങ്കീർണമാകുമോ എന്നത് തിങ്കളാഴ്ചത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമേ വ്യക്തമാവൂ. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.